ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. വായിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെയിൽ തോക്കി തുപ്പ് തുപ്പിയാൽ മതി. പടവരാടുള്ള സാധനത്തിന് ഈ അരിപ്പ് കലം വെച്ചിട്ട് ഇവന്റെ ടെക്നിക്കിൽ വെച്ചിട്ട് ഇവൻ അവിടെ നിന്ന് വലിച്ചെടുത്തു. ഒരാൾക്ക് പോലും പറ്റി. ഞാൻ മുണ്ട് കൊടുത്തിട്ട് മുണ്ട് അഴിച്ചിട്ടിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ എന്നെ കുറെ പേര് കളിയാക്കി. കട്ടപന്തൽ 3 തരം ചീര നമുക്ക് നടണം. ഉള്ളികൾക്കൊക്കെ നല്ല വെള്ളച്ചേരി. ഇപ്പോൾ 3 ടൈപ്പ് ചീര വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നന്നാവോ ഇതൊന്നും നമുക്കൊന്നും അറിയില്ലേ. കണ്ട, ഇത് ഒരു ടൈപ്പ് ചീരയാണ് കേട്ടോ. കണ്ട, പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ടൈപ്പ് ചീരയാണ്. കണ്ട, അധികം വാങ്ങിച്ചില്ല, ക്ലിക്കാവുന്ന അറിയില്ല. ഇത് വേറെ ടൈപ്പ് ചീരയാണിത്. ഇതാ തന്ന പെൺകുട്ടി പറഞ്ഞത് ഇത് നടൻ വരട്ടെ, ഇത് ഇത്തിരി വലിപ്പം വന്നിട്ട് നട്ടാൽ മതി പറഞ്ഞു. പക്ഷെ നടേണ്ട പ്രായമായി സാധനം. അതിന് അങ്ങനെ 3 തരം ചീര നമുക്ക് നടണം. അത് ഇവിടെയാണ് നടന്നത്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇത്തിരി പണിയുണ്ട്. ഇവിടെ വെടുപ്പാക്കിയിട്ട് വേണം തുടങ്ങണമെങ്കിൽ. അപ്പോൾ പയർ കണ്ട നമ്മുടെ മുളച്ചു. ഞാൻ നട്ട പയറാകണ്ട. നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നട്ട പയറാണിത്. പൊന്തലുണ്ടാവും ഒക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ചീര നടണം. പൊടി പാറും പൊടി. ഇതിലേക്ക് മറ്റേ ഇത് നട്ടതാ, ചിരക്കി നട്ടതാ സാറേ. പാറ പോലെയാ, നനച്ചില് ശരിയാവില്ല. വെള്ളം വിട്ടു നല്ല ശരിയാവുള്ളേ. ചീരയ്ക്ക് നല്ല നനവ് വേണം. വരേണ്ട സ്ഥലത്ത് ചീര അങ്ങനെ ഉണ്ടാവില്ലേ. ഒന്ന് വെള്ളം ഒന്ന് ചീറ്റിപ്പിച്ചിട്ട് തടം ശരിയാക്കാം. ഇതിൽ നോക്കിയാൽ മഴവില്ല് കാണാം. കരമന പറഞ്ഞില്ലേ, പാർവതിയോട് പറഞ്ഞില്ലേ, മഴവില്ല് കാണണം. ഇങ്ങനെയുണ്ട് വായിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെയിൽ തോക്കി തുപ്പ് തുപ്പിയാൽ മതി. അപ്പം അതിൻ്റെ ഉള്ളിൽ കാണാം മഴവില്ലെന്ന് പറയും. ഏതിൽ പൊൻമുട്ടിയുടെ താറാവില്. ഞാനേ നാളെ ഏതൊരു സിനിമ തമാശ ഭാഗം കണ്ടു. ഇപ്പോൾ ഏത് സിനിമയിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതിൽ കമൻറ്റുകൾ ഇത് ഏത് സിനിമയിലത്തെ ഭാഗമാണെന്ന്. സന്ദേശം സിനിമയുടെ ഒരു ഭാഗം സന്ദേശ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അല്ല, ആളുകൾക്ക് അറിയില്ലെന്ന്. ഒരു കാലഘട്ടത്തിന് മുന്നുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയില്ലെന്ന് പിള്ളേർക്ക് അറിയില്ല. നോക്കി പയർ മുളച്ചിട്ടുണ്ടാ, അടിപൊളി മുളച്ചു. അങ്ങനെ തട സെറ്റാക്കട്ടാ. നിന്റെ ബാക്കിൽ ചീരിക്കുന്നുണ്ട് കേട്ടാ. ഈ കട്ടച്ചീര കൂട്ടച്ചീരയാ അത് വാങ്ങിച്ചു. ചേച്ചി കണ്ട നേരത്തെ ഇവിടെ നനയ്ക്കണ്ടായിരുന്നു. സീമ ചേച്ചി നിനക്ക് കൂട്ടുണ്ടായിരുന്നു, നിനക്ക് നനയ്ക്കാൻ. സരിത നനയ്ക്കാൻ വന്നോക്കെ. ഇന്ന് ഞങ്ങൾ ഇപ്പം പാചകം ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ പക്ഷെ ഉണ്ടാക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വാക്ക് പറഞ്ഞില്ല, എൻ്റെ മാനറസാണ് അത്. ഇന്ന് എൻ്റെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാലത്തെ ബാല്യകാല സുഹൃത്ത്. എന്നേക്കാളും 2 വയസ്സിന് താഴെയാണ്. അവൻ്റെ ചേട്ടനുണ്ട്. ചേട്ടൻ, ഞാൻ, പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്ന സജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ഒരേ പ്രായക്കാരൻ കേട്ടോ. എൻ്റെ താഴെയുള്ള എന്നേക്കാളും 2 വയസ്സിന് താഴെയുള്ള ശീലാവതി ചേച്ചിയുടെ മോൻ്റെ അല്ലല്ല ഞാൻ പറഞ്ഞുകൊടുക്കും. ശീലാവതി ചേച്ചി ഉണ്ട്, ഇവിടേക്ക് പണിക്കൊക്കെ വരണതാ. ശീലാവതി ചേച്ചിയുടെ മോനുണ്ട്, 2 ആൺമക്കളുണ്ട്, ദീപൻ, സത്യൻ. ചേട്ടൻ്റെ ഒപ്പം പഠിച്ചത്. പ്രായം ഒരേ പ്രായം. സത്യൻ എന്ന് പറയണത് ചേട്ടനേക്കാൾ 2 വയസ്സ് താഴെ സജീവന്റെ ഒപ്പം. ആളുടെ മോന്റെ കല്യാണാണ് ഇന്ന്. അതിന് പോണം, റിസപ്ഷൻ. സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ റിസപ്ഷന് പോകണം. അപ്പോൾ ഞാനും ദീപനും സജിയും ഒരേ പ്രായക്കാരാണ്. വെറും 10-12. അതായത് നമ്മുടെ ഈ നാട്ടിൽ ഓരോ അമ്മമാർക്ക് ഒരേ പ്രായത്തിൽ ജനിക്കുന്ന പിള്ളേരുകളുണ്ടാവുമല്ലോ. അതിൽ ഈ നാട്ടിൽ എൻ്റെ പ്രായത്തിലുള്ളൊരു 3 പേരാണുള്ളത്. പിന്നെ ഒരു പെൺകുട്ടിയാണുള്ളത്, ഇവിടെ മേഴ്സേച്ചിയുടെ മോള്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഈ പ്രദേശത്ത് ഒരേ പ്രായക്കാരുള്ളത്. അപ്പോൾ ദീപൻ, സജി, ഞങ്ങൾ 3 പേരാണ്. ദീപനൊക്കെ ഈ ചെറുപ്പകാലത്ത് ഇവർക്ക് എരുമയും പശുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഇവിടേക്ക് ഇതിനൊക്കെ വരും, എരുമേനെയും ഇതിനും കൊണ്ടുവരും. ഇപ്പോൾ ഞങ്ങൾ പാടത്ത് പോയി പന്ത് കളിക്കലും എല്ലാം ഇതുണ്ട്. പക്ഷേ സജി
അങ്ങനെ വലിയ സജിക്ക് ഉച്ചരിഞ്ഞ സമയം കിട്ടില്ല. കാരണം സജിക്ക് ഒരു ചായക്കട ഉണ്ട്, ബിന്ദു കേഫ് എന്ന് പറഞ്ഞിട്ടൊരു നാടൻ ചായക്കട. നാടൻ ചായക്കട എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ അങ്ങേലോത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേലോത്ത് എത്തുന്ന ഒരു ചായക്കട. സജിയുടെ ചായക്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഇഡ്ഡലി, ദോശ, കൊള്ളി, പൂട്ട്, പിന്നെ ബോണ്ട, ഉഴുന്നുവട, പരിപ്പട സാധനം മാത്രമല്ലോ. ചായയും കാപ്പിയും ഇത്ര മാത്രമല്ല കേട്ടോ. സജിയാണെങ്കിൽ ഭയങ്കര ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസം ഒന്നുമില്ല, 10ാം ക്ലാസ് തന്നെയുള്ളൂ ഞങ്ങളുടെ പോലെ തന്നെ, എൻ്റെ പോലെ തന്നെ. അത് 1996 കേട്ടോ. 1996 നമ്മുടെ ഈ വശത്തൊക്കെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. സനത് ജയസൂര്യ എന്ന് പറയും, ശ്രീലങ്കയുടെ ജയസൂര്യ ഭയങ്കര ഫോമിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ട പോയിലും ക്രിക്കറ്റ് കളി കാണാം. കേബിള് നമ്മുടെ അവിടേക്ക് എത്തിയിട്ടില്ല. പടവരാട് സെൻറ്ററിൽ കേബിളുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു 3/4 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഇവിടേക്ക് കേബിൾ എത്തിയിട്ടില്ല. ആ സമയത്താണ് ഈ സിംഗപ്പൂർ സിംഗർ കപ്പ് എന്ന് പറഞ്ഞിട്ട് കളി നടക്കുന്നത്. ഈ കളി കാണാനൊരു വഴിയില്ല, കാരണം ദൂരദർശനിലില്ല. പിന്നെ ഇവിടെ എങ്ങനെ കളി കാണാമെന്നുള്ളൊരു എത്തുമ്പിടി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ സജി പറഞ്ഞു, നിനക്ക് കളി കാണണ, നിനക്ക് ക്രിക്കറ്റ് കളി കാണണ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ടി വിക്ക് ഉണ്ട്, ടി വി കളർ ടി വി ഒക്കെ എല്ലായിടത്തായിട്ടില്ല, പ്രധാനപ്പെട്ട വീട്ടിലൊക്കെ ഉണ്ട്. ഇവൻ്റെ വീട്ടിലുണ്ട് ടി വി. അപ്പോൾ ഞാൻ ചോദിച്ചു കളി കാണപ്പോൾ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു വല്ല ഒല്ലൂര് വല്ല വീട്ടിലേക്ക് അവനെ പരിചയമുള്ള വീട്ടിലേക്ക് പോകണ്ടേ, നീയേ എനിക്കൊരു അരിപ്പ് കാലം കൊണ്ടുവരാൻ പറഞ്ഞു. അരിപ്പ് കാലല്ലേ, ചോറൂരിന് അരിപ്പ് കാലം, അത് കൊണ്ടുവരാൻ പറഞ്ഞു. പഴയതുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പറഞ്ഞു. അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഇനി നീ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ. പിന്നെ നാളെ പിറ്റേ ദിവസം വൈകുന്നേരം സമയത്ത് ഞങ്ങളുടെ ചായക്കടയൊക്കെ വൈകുന്നേരമൊക്കെ വർത്താൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോഴേ സജി എന്നെ വിളിച്ചു, അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. എന്നിട്ട് സിംഗപ്പൂരിലത്തെ കളി തുടങ്ങാറായി. നമ്മുടെ കളിയില്ലേ ടി വിയിൽ കളി കാണുന്നു. അതായത് പടവരാടുള്ള സാധനത്തിന് ഇവൻ മുകളില് ഈ അരിപ്പ് കലം വെച്ചിട്ട് ഇവന്റെ ടെക്നിക്കിൽ വെച്ചിട്ട് ഇവൻ അവിടെ നിന്ന് വലിച്ചെടുത്തു കളി. ഒരാൾക്ക് പോലും പറ്റില്ല, അത്രയ്ക്ക് കഴിവുള്ള ഒരു ചെക്കനായിരുന്നു അവൻ. ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടേ ആ കളി മുഴുവൻ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഈ ജയസൂര്യയുടെ ബാറ്റിങ്. പിന്നെ ഒരാൾക്ക് പോലും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല, കാരണം സജീയുടെ വീട്ടിൽ ഞാൻ മാത്രമല്ലോ, ഞാനും സജീരിന്നിട്ട് കളി കാണുന്നത്. അല്ല, അങ്ങനത്തെ കുറെ ഈ കൂട്ടുകാരന്മാരെ, പഴയ കൂട്ടുകാരന്മാരെ, സത്യനും ശരിക്കും എവിടേക്ക് എത്തേണ്ടവരായിരുന്നു. അവൻ ഈ ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്കിലുണ്ട്. അവന് മാജിക്ക് പഠിച്ചോടുന്നു. നമുക്ക് പരിപ്പാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നിട്ട് അത് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ വേറെ സാധനം പൂവാണ്, റോസപ്പൂവാക്കിൻ്റെ. അങ്ങനെയുണ്ട്, എല്ലാ വക കുന്തങ്ങളൊക്കെ അറിയും. അവനൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയി ആ ചായക്കടയൊക്കെ നിർത്തി. അങ്ങനെ ഭയങ്കര കൂട്ടുകാരന്മാർ പറഞ്ഞ. അപ്പോൾ അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും താഴെയുള്ള സത്യൻ്റെ മകൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ അതിനൊന്ന് പോകണം. അല്ല, ഇവിടെ കുറെ കൂട്ടുകാരന്മാരെ വിദ്യാഭ്യാസം ഇപ്പോഴും ചേട്ടന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഭയങ്കര കഴിവുള്ള വിജയനൊക്കെ കണ്ടില്ലേ. വിജയൻ ഭയങ്കര കഴിവാ. പഠിപ്പൊന്നുമില്ല, 2ാം ക്ലാസ് 3ാം ക്ലാസ്സാണ് പഠിപ്പുള്ളത്. പക്ഷെ എത്ര ഭയങ്കരമായ സെറ്റുകള് അന്ന് കാലത്തൊക്കെ സ്പീക്കറുകളൊക്കെ എത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്നറിയോ ചില ആളുകളുണ്ട്. പക്ഷെ അവരെ കഴിവുകളൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടായി പോവാന്ന് പറയില്ലേ, ഒരു ഇതില് വെച്ച് നിന്ന് പോവാ. അങ്ങനത്തെ ആളുകൾ കുറേ പേരുണ്ടായിരുന്നു എനിക്ക് കൂട്ടുകാരന്മാര്. കഴിവുറ്റവര് കൊത്തിമറക്കട്ടെ. ഇപ്പൊ പിന്നെ അങ്ങനെ കഴിവുള്ളവർക്കൊക്കെ കേറി വരാനുള്ള സാഹചര്യം ഉണ്ട്. അതന്നെ, ഇപ്പൊ കഴിവുള്ളവർക്ക് കയറി വരാനുള്ള സാഹചര്യം ഉണ്ട്. അന്ന് കാലത്ത് അങ്ങനെ 1996 കാര്യത്തിന് പറയുന്നത്, 95 കാര്യങ്ങള്. എനിക്ക് ഞങ്ങളെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ 96 പറയുമ്പോ. അല്ല, ഈ കേബിളിന്റെ ഇവൻ ഈ കളി എടുത്തെടുത്ത് എനിക്ക് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെ? കാരണം ജയസൂര്യ 11 സിക്സറാണ് അടിച്ചത്. എത്രയോ ലോക റെക്കോർഡ് പറഞ്ഞറിയോ അവിടെ ആ കളിയിലേ. ഏറ്റവും ഫാസ്റ്റായിട്ട് 50 അടിച്ചതാന്ന് തോന്നുന്നു, 50. പിന്നെ സെഞ്ചുറി അടിച്ചു. ഇതൊക്കെ ഞാൻ ഓടി വന്ന് ഇവിടെ വന്ന് പറയും. ഒരു സിക്സർ അടിച്ചപ്പോഴേക്കും ഓടി വന്ന് ഇവിടെ നമ്മുടെ ആ പറമ്പിൽ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുമ്പോഴേക്കും പിന്നെ വീണ്ടും ഓടും. അപ്പം തന്നെ കളി അത്രയ്ക്ക് ആവേശം, തലക്ക് ഭ്രാന്ത്, അത്രേ ഉള്ളോ. ആ ചീരകൾ നടന്നു. ഇന്നലെ കമന്റില് ഞാൻ മുണ്ട് കൊടുത്തിട്ട് മുണ്ട് അഴിച്ചിട്ടിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറെ പേര് കളിയാക്കി. അതിന് കുറെ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് മുണ്ട് വളച്ചൂത്ത പറഞ്ഞപ്പോ ചില സാങ്കേതിക മുണ്ട് വളച്ചൂത്തുകളെന്ന് പറഞ്ഞാൽ മതി.
അപ്പൊ ചേട്ടൻ പറഞ്ഞ ചില സാങ്കേതികമായ കാരണങ്ങളാൽ വളച്ചുത്തുള്ളയാന്ന്. അതിലൊരു കാരണങ്ങളൊന്നും ഇല്ല ചേട്ടാ, ഞാനത് ആളുകൾ തെറ്റിദ്ധരിച്ചു തന്നെ. അല്ല സത്യത്തിൽ എന്തുട്ടായിരുന്നു സാങ്കേതികമായ കാരണം? ഇല്ല, ഞാനത് മുണ്ടേ ട്രാവൽസർ ആകുമ്പോ നമുക്ക് ഇരുന്നിട്ടൊക്കെ അവർ നടല്ലോ. ഞാൻ ഇത്രയ്ക്ക് നടാനൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് പക്ഷെ ഒന്നും നട്ടില്ല ഇന്നലെ നമ്മള് ഈ വാഴക്കല്ലത് ഞാനതേ ഇങ്ങനെ ഇരുന്നിട്ട് അതിന്റെ തൊലി ചേർത്താന്ന് വിചാരിച്ചേ. അപ്പൊ മുണ്ടാകുമ്പോ തേങ്ങ മുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറും, മനസ്സിലായ? എനിക്ക് ഓർമ്മ ആദ്യം നമുക്ക് വെട്ടുകാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്, ഈ വെള്ളടിച്ച് നടന്ന് ഭയങ്കര ഒരു വണ്ണവറുണ്ട്. എന്ത് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഓരോ തെങ്ങുമ്പിലും കയറി നാളികേരിടുക, നമുക്ക് എന്തൊരു ആവശ്യമില്ല ചെയ്യാണ്ട്. അപ്പോൾ ഒരു തവണ ആള് മുണ്ട് കൊടുത്തിട്ട് തെങ്ങ് മേറി, ഒരു ഇത്തിരി കുറവുള്ള പോലെയുള്ള ആളാണ്, പേരൊക്കെ ഞാൻ മറന്നുപോയി. മോളിൽ എന്നിട്ട് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പട്ടയമ്മ ഞാൻ നിൽക്കും, തെങ്ങിൻ്റെ പട്ട ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുമ്പത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഡാൻസ് ആടും. അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ വെട്ടുകിടക്ക് റബ്ബർ വെട്ടാൻ പോയില്ല. ആ സമയത്ത് ആള് ഇങ്ങനെ ഞാൻ ആളെ മുണ്ടൂരി പോയി, അന്ന് അടിയിലൊന്നും ഇട്ടിട്ടില്ലേ വെട്ടക. അല്ല അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ നിന്ന് അപ്പം മുണ്ട് എപ്പോഴും ഒരു പേടിയാണ്. ഇപ്പം എന്തൊട്ടൊക്കെ പറഞ്ഞു കൂട്ടിയെ കല്യാണത്തിന് പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ ജയസൂര്യ തേങ്ങ മാങ്ങ. അപ്പം നമ്മുടെ അവിടെ കൊത്തി കളച്ചിട്ടു, ഇനി തടാക്കിയിട്ട് ഇതാക്കണം. ഞാനേ മറ്റേ നമ്മുടെ ഇതില്ലേ വളം ഉണ്ടാക്കുന്നുണ്ട്, വളം ഉണ്ടാക്കണതേ നമ്മുടെ വേപ്പ് പിണ്ണാക്കില്ലേ, വേപ്പ് പിണ്ണാക്ക്. സരിത പിടിച്ചേ, നീ നനയ്ക്കേ, ഇങ്ങോട്ട് വന്നോ. ഡ്രമ്മ് അവിടുത്തെ ഡ്രമ്മ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു, ഈ തണലത്തി കൊണ്ടുവന്ന് വെച്ചു, വെയിലത്ത് ഇരിക്കണ്ടായിരുന്നേ. കണ്ട ഈ ഡ്രമ്മിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചാണം വെച്ചു, ചാണം കലക്കി. ഇനി ഇത് കണ്ട വേപ്പ് പിണ്ണാക്കില്ലേ, പിന്നെ വേപ്പ് പിണ്ണാക്കിടുക. ഇനി കപ്പലണ്ടി പിണ്ണാക്കും വാങ്ങിച്ചിടണം. അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴേക്കും പൊളിച്ച് നല്ല വളമായി. ഇതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടാ. ഇതൊക്കെ വേപ്പ് പിണ്ണാക്കണ്ട. ഇനി കപ്പലണ്ടി പിണ്ണാക്കും കൂടി വാങ്ങിച്ചു കൊണ്ട് തന്നാൽ അത് വാങ്ങിച്ചിട്ടില്ല, നാളെ വാങ്ങിച്ചിട്ടുണ്ട്. വളമായി ഇപ്പം തടം സെറ്റാക്കിയിട്ടേ നടാം. ഇതെന്താണെന്നറിയോ, ഇത് തുന്തുരുവിൻ്റെ എന്താ ഉള്ളിയൊക്കെ ഒടിച്ചാ പൈപ്പ് നോക്കണം. അതെ, ഇത് തുന്തുരുവിൻ്റെ ഹോട്ടലിൽ നിന്നേ തുന്തുരു പാചകം ചെയ്യുമ്പോൾ സബോള ഇഷ്ടം പോലെ ഉണ്ടാവില്ലോ, സബോളയുടെ തോടാണിത്. ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതായി കഴിഞ്ഞാൽ ഇതാവും, വളമായിട്ട് മാറ്റാം. പക്ഷെ ഇത് നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലേക്ക് താൽക്കാലികമായിട്ട് കിടക്കട്ടെ. അയ്യോ, ഇത് മറ്റേ ഇതാക്കാന്ന് പറഞ്ഞതല്ലായിരുന്നേ? അതിന് വലിയ ഡ്രം വേണം, അത് കൊള്ളില്ല. ഉള്ളിന്ന് ഒടിഞ്ഞാ ഇല്ല ഒടിഞ്ഞേനെ. ഉള്ളികൾക്കൊക്കെ നല്ല വളർച്ചയില്ല ഇപ്പൊ. ആരോട് പറഞ്ഞു ഞാൻ? ആരോട് ചോദിച്ചു? എന്നോടാണോ? നിന്നോട് ചോദിച്ചു. ഈ ചാണം കുറയട്ടെ, എന്റെ ഗതി എന്താവും അറിയില്ല. ബെസ്റ്റ് ഒരു തടയിട്ട് മാറി സരിതാ. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ പച്ചപ്പ് മയ ഒരുക്കിയതില് ഇതേ നമ്മുടെ ഫസ്റ്റ് ചീര ഞാൻ നടാൻ പോകണ്ടാ. കല്ലും മണ്ണും കട്ടയൊക്കെ ഇതില് കേട്ടോ. കാടകണ്ണുണ്ട് സരിതായില്ലേ. ഇത് ഇങ്ങനെ കൂട്ടത്തോടെ കിട്ടാ കണ്ട. കൂട്ടത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കൂട്ടത്തോടെ വിത്തിടുണ്ടാവും കണ്ട. ഇങ്ങനെ ഇരുന്നതാ ഇപ്പൊ ഒരു കൂട്ടായിട്ട് ഇങ്ങനെയുണ്ട് വലുതാവുന്നു നമ്മൾ വിചാരിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാ നമ്മളിത് മുന്നേ വെച്ചിട്ടുണ്ട്. അകത്തി വെക്കുന്നുണ്ട് ഞാൻ കേട്ടാ. നോക്കിയൊക്കെ നമുക്ക് അല്ല ഇത് നന്നാവുകയാണെങ്കിലേ. ഇതിന് എത്രയാ ഒരു തൈക്ക്? 2 രൂപ ഒരു തൈ എന്ന് പറയാൻ. അല്ല ഇത് 2 രൂപ അല്ല, ഇതിന് 5 രൂപ കൊണ്ടുവരുന്നത്. ഒരു തൈയല്ലേ ഇതിൽ കൊറേ ഉണ്ടല്ലോ. ഇതിന് വേറെ വേറെ ആക്കിട്ട് തട്ടുണ്ടാവാ. അതൊക്കെ ഉണങ്ങി പോവും. ഉണങ്ങി പോകുന്നല്ല, അതൊക്കെ നാശമായി പോവും. ഇത് ശരിക്ക് അകത്തിച്ചീര വന്നിട്ടില്ലേ, അകത്തിച്ചീരയില്ലേ
അകത്തിച്ചീര അകത്തിച്ചീരല്ലേ അവിടെ നിക്കണത്, ഒരു വട്ടം പോലും ഇവിടെ പൊട്ടിച്ചിട്ടില്ല. അല്ല അകത്തിച്ചീരല്ല, പാലക്കാവും. പാലക്ക് 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 കാണില്ല ഇതാങ്ങിയപ്പോ. ഇതുണ്ട് വേറെ ടൈപ്പ് ചീരയാണ്, പച്ച. ഇതിൻ്റെ ആ പൈപ്പ് കൊണ്ടുവന്ന സൈഡിലേക്ക് വെള്ളം വിട്ടോ. ഇത് ശരിക്കും ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഓരോ കപ്പ് കൊണ്ട് കടക്കി തിരിച്ച് ഒഴിക്കുക വേണ്ടോ അല്ലേ? വേസ്റ്റ് ആവണം ശരിക്കും. അല്ല ആദ്യേ ഫുള്ളായിട്ട് നനയിട്ടേ. അങ്ങനെ നമ്മുടെ ചീര നടല് കഴിഞ്ഞു. കാലികൾ മേയുമീ കാനനത്തിൽ നിന്റെ കാലൊച്ച കേൾക്കുവാനായി കാത്തിരിക്കും. കാലികൾ മേയുമീ കാനനത്തിൽ നിന്റെ കാലൊച്ച കേൾക്കുവാനായി കാത്തിരിക്കും. നിൻ തിരുമാറിലെ ശ്രീവത്സമാകുവാൻ നിന്നിലലിഞ്ഞു ചേരാൻ എന്തു മോഹം കണ്ണ കണ്ണ. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരിതളിൽ വീണലിഞ്ഞു പാടും അലിഞ്ഞു പാടും. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. മതിയില്ലേ? പിന്നെ നമ്മൾ ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, അത് അടിപൊളിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പന്തലുമേ നമ്മൾ ഇവിടെ കോൺക്രീറ്റ് പന്തൽ ഞാനും മുറുക്കയാണ് ഒരു കറുപ്പയ്യണ്ണനും കൂടിയിട്ട് നട്ട പന്തലാണിത് കേട്ടോ. കറുപ്പയ്യണ്ണനാണ് കാല് നട്ടപന്തലല്ല കട്ടപന്തൽ കാല് കുഴിച്ചിട്ടത് ഞാനും കറുപ്പയ്യണ്ണനും കൂടിയിട്ട. ദൈവമേ, നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടം വരയ്ക്ക് എത്തിയല്ലോ. ഇമ്രാനെ കൊണ്ട് തോറ്റു. സരിതര കയ്യിലിരിക്കുന്നതല്ലേ വയലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടാ. ഇത് ഏതാണെന്ന് അറിയില്ല, ഇതിവിടെ ഉണ്ടായിരുന്നത് കടയിന്. അപ്പോൾ അതും കൂടി നമുക്ക് ഇരിക്കുന്ന ആടാ വെച്ചു. നിങ്ങൾ കൊണ്ടുപോകാം സരിത. കണ്ടൊരു കുഴി കുത്തിയിട്ടേ ഇവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കളറുണ്ട് ഉണ്ടാവുകയാണെങ്കിലോ. ഇതങ്ങിട്ട് അറിയില്ല മണ്ണുത്തിന്നാ ഇതില്ലേ ഇത് ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. ഒന്നും അറിയില്ല, അതിൻ്റെ അവസ്ഥ എന്തൊന്നും അറിയില്ല. അപ്പം ഇതിനെ ഇവിടെ ഇരിക്കട്ടെ. ആ നനവുണ്ട് ഉണ്ടാവട്ടെ. അടിപൊളി പന്തല്ലേ നമ്മുടെ. കാരണം എത്ര ലോഡ് ഇതുമ്പോൾ വന്നാലും ഇടിഞ്ഞു പോയിക്കോളും. അതാണ് ഒരു ഗുണം. ഇനി അതിന് വെള്ളം വിടാം. കണ്ട പൈപ്പ് വരുന്നുണ്ട. വരൂ പൈപ്പേ. ആ സമയം കൊണ്ട് ഒരു സാധനം കാണിച്ചു തരാം. പോയോ അതിന് വെള്ളമാക്കാം. ഇത് നമ്മൾ ചുണ്ടങ്ങേമേ വഴുതനങ്ങയുടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ സാധനം കണ്ടാ. അത് വലിയ ഇലകളൊക്കെ വന്ന് ഇത്രക്കായി. വേറൊരു കൂമ്പും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഉണങ്ങി. പക്ഷേ ഇവിടെ വേറെ കൂമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂമ്പ് അടുത്ത ഇലയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഈ ചുണ്ടങ്ങിയാൽ ഇതൊക്കെ ഇതൊക്കെ മുറിച്ച് കളഞ്ഞാലേ ഇതിന് ഇപ്പൊ ഈ ഒട്ടിച്ചതിന് വളർച്ച കിട്ടലൊന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ശരിക്കും ഈ ചുണ്ടങ്ങിയാൽ ചെറിയ തൈകൾ നിൽക്കണ്ടാവില്ല അവിടെ ഇവിടെ. ഇതൊക്കെ അതന്നെ ഇത് ഇങ്ങനത്തേമ വേണം അത് ആക്കാനായിട്ട്. ഇങ്ങനത്തെ ആക്കിയിരുന്നെങ്കിൽ അതിന്റെ ആ നല്ല ഫോഴ്സിലാണ് വളർച്ച വരും. ഇതിപ്പോ ഏതാണ്ട് മുരടിച്ച പോലെ. പക്ഷെ ഇവൻ ഉണങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് നാളെ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ വെട്ടി കളയാം. അപ്പൊ ഇതിന് വളർച്ച കിട്ടുന്നോട്ടെ. പരീക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യണല്ലോ. ആരൊരാൾ വരണ്ട്. അല്ല കല്യാണത്തിന് പോയിട്ട് വരുന്നുണ്ട്. സമയം കുറേ 5:45 5:45
നമുക്കും കല്യാണത്തിന് പോവാം ഇനി കേട്ടാ.